കാരണം നമ്മൾ കടന്നു വന്നിരിക്കുന്ന റൈറ്റ് ടൈമിലാണ്. ലക്കിനെ കുറിച്ച് പറയുകയാണ്, ഭാഗ്യത്തെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? A right person being in the right place at the right time with the right people. ഒരു ശരിയായ വ്യക്തി ഒരു ശരിയായ സ്ഥലത്ത് ശരിയായ ആളുകളോടൊപ്പം ശരിയായ സമയത്ത് എത്തുന്നതിനെയാണ് ഭാഗ്യം എന്ന് പറയുന്നത്. ക്ലിയർ? ഒരു ശരിയായ വ്യക്തി ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് ശരിയായ ആളുകളോടൊപ്പം എത്തുന്നതിനെയാണ് ഭാഗ്യം എന്ന് പറയുന്നത്, അല്ലേ? എന്നാൽ ഒരു ശരിയായ വ്യക്തി തെറ്റായ സ്ഥലത്ത് എത്തിയാൽ അത് നിർഭാഗ്യമാണ്, അല്ലേ? ആലോചിച്ച് നോക്കൂ, അല്ലേ? ഇപ്പോ നല്ലൊരു വ്യക്തിയാണ്, നല്ല സ്വഭാവമുള്ള ആളാണ്, സൽസ്വഭാവിയാണ്, മാന്യനാണ്, നല്ല കുറച്ച് കൂട്ടുകാരുമായിട്ട് മാറിപ്പോയി തല്ലുണ്ടാക്കി വെട്ടില്ലേ പുള്ളി, റൈറ്റ്? അപ്പോ ഒരു ശരിയായ വ്യക്തി ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് ശരിയായ ആളുകളോടൊപ്പമാണ് ഭാഗ്യം എന്ന് പറയുന്നത്, അല്ലേ? നമ്മളൊന്ന് ആലോചിക്കുക, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും മനോഹരമായ സുവർണ കാലഘട്ടമാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. ഗവൺമെന്റ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്ന ഒരു സമയം. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി 64,500 കോടിയുടെ ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് ഫിക്കിയും KPMG പ്രെഡിക്റ്റ് ചെയ്ത കാലഘട്ടം. അവിടെ ഫിജി കാർഡിനെ പോലെ ക്രെഡിബിലിറ്റിയും സ്റ്റെബിലിറ്റിയും കോടികളുടെ ആസ്തിയും ഉള്ള ഒരു കമ്പനി, കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയ ഒരു കമ്പനി ഫിജി കാർഡ് എന്ന കമ്പനി, അതിലുപരി ഒരു വൈഡ് പ്രോഡക്റ്റ് റേഞ്ചും ഏറ്റവും മനോഹരമായ ഇൻകം പ്ലാനും പ്രൊവൈഡ് ചെയ്ത ഒരു കമ്പനി. അവിടെ ഒരു ശരിയായ ടീം, നമുക്കറിയാം ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ നമ്മളൊരു കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നല്ല കമ്പനി ആയിരിക്കണം, അല്ലെ? നല്ല കമ്പനി എന്ന് പറയുന്നത് നല്ല മാനേജ്മെന്റ് ആയിരിക്കണം, നല്ല പ്രൊഡക്റ്റ് ആയിരിക്കണം, നല്ല പ്ലാനും ആയിരിക്കണം. ഇത് മൂന്നും താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ ഫിജി കാർഡ് എന്ന കമ്പനിക്ക് നമുക്ക് 100 മാർക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ 3 ആവശ്യ ഘടകങ്ങളും ഒരുപോലെ നമുക്ക് പറയാൻ പറ്റുന്ന കമ്പനികൾ കുറവാണ്. ഒന്നുകിൽ മാനേജ്മെന്റ് നല്ലതായിരിക്കും പക്ഷേ പ്രൊഡക്റ്റ് മോശമായിരിക്കും, അല്ലെങ്കിൽ മാനേജ്മെന്റും പ്രൊഡക്റ്റ് നല്ലതായിരിക്കും പക്ഷേ പ്ലാൻ മോശമായിരിക്കും, അല്ലെങ്കിൽ പ്ലാൻ നല്ലതായിരിക്കും പക്ഷേ പ്രൊഡക്റ്റ് മോശമായിരിക്കും. ഇതാണ് പല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾ കാണുന്നത്. എന്നാൽ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്ക് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മാനേജ്മെന്റും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് റേഞ്ചും ബിസിനസ് പ്ലാനും ഉള്ള ഒരു കമ്പനി, അതുപോലെ തന്നെ ഏറ്റവും ശക്തമായ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം. അപ്പൊ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് എന്റെ സുഹൃത്തിനെ വിശ്വസിച്ചാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത്. 2 മാസം കഴിഞ്ഞപ്പോൾ ആ പുള്ളിക്കാരൻ നിർത്തിപ്പോയി. അപ്പൊ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാത്തൊരു സിറ്റുവേഷൻ. പക്ഷെ ഇന്ന് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഞാനടക്കം നിങ്ങളോടൊപ്പം ഉണ്ട്. അതിലെല്ലാത്തിലുപരി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും സക്സസ്ഫുൾ ആയ ഒരു ബ്രാൻഡായി മാറിയ ഒരു ടീമാണ് ടീം ഓൾസർ. ആളുകൾ ഒരുപക്ഷെ ബ്ലൂ ലൈഫിലൊക്കെ വർക്ക് ചെയ്ത ആളുകൾ, മറ്റു പല ആളുകളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ടീം ഓയിസ്റ്ററിനെ കുറിച്ച്. മറ്റു പല ടീമിൽ വർക്ക് ചെയ്ത ആളുകൾ പോലും ഞാൻ ഓയിസ്റ്ററിനോടൊപ്പം വന്നിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് മറ്റു ടീമിൽ നിന്ന് ആളുകൾ പോലും ഒരു സമയത്ത് ആഗ്രഹിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പൊ ഓൾറെഡി ബ്രാൻഡ് തെളിയിച്ചൊരു ടീമാണ് ടീം ഓയിസ്റ്റർ എന്ന് പറയുന്നത്. എക്സ്പീരിയൻസ് ഉള്ള, ക്വാളിറ്റിയും കപ്പാസിറ്റിയും ഉള്ള, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ നയിക്കുന്ന ഒരു ടീം. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വിജയിക്കാൻ ഒരു വ്യക്തിക്ക് ഇത്രയും തന്നെ ധാരാളമാണ്. നല്ലൊരു മാനേജ്മെന്റ്, നല്ല മാനേജ്മെന്റ്, നല്ല പ്രൊഡക്റ്റ്, നല്ല പ്രൊഡക്റ്റ് റേഞ്ച്, നല്ല പ്ലാൻ, അതിലുപരി ഏറ്റവും നല്ലൊരു ടീം, നല്ലൊരു ലീഡർഷിപ്പ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ സാധാരണ പറയും റൈറ്റ് പേഴ്സൺ ഒരു ശരിയായ വ്യക്തിയായിരുന്നു, ഈ ഇൻഡസ്ട്രിയിലൂടെ വിജയിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു. അവൻ ഇതിനകത്ത് വിജയിക്കാൻ വേണ്ടുന്നുള്ള തീക്ഷ്ണമായ ആഗ്രഹങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു. ബട്ട് ഈസ് ഇൻ ദ റോങ് പ്ലേസ്. ശരിയായ വ്യക്തിയായിരുന്നു പക്ഷെ വന്നു വിട്ടത് ഒരു മോശം സ്ഥലത്തായിരുന്നു. നല്ല വിത്താ പക്ഷെ വന്നു വീണത് വാടപ്പുറത്തായി പോയി, അല്ലെ? ഫലം കിട്ടിയെന്ന് വരില്ല. എന്നാൽ അല്പം മോശം വിത്താണെങ്കിലും നല്ല വളവും നല്ല വെളിച്ചവും കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ ആ വിത്ത് പൊട്ടി മുളയ്ക്കും, അല്ലെ? അത് തഴച്ചു വളരും. അവിടെയാണ് ഒരു റൈറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഒരു വ്യക്തിക്ക് വിജയിക്കാൻ കഴിയുന്ന ഏറ്റവും വളക്കൂറുള്ള സ്ഥലത്താണ് ഇപ്പോ നിങ്ങൾ ഓരോരുത്തരും വന്നിരിക്കുന്ന ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. ഇനി എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലും ആ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ മാറാനും ആ സാഹചര്യത്തെ യൂട്ടിലൈസ് ചെയ്യാനും തയ്യാറായില്ലെങ്കിൽ, പ്രയോജനപ്പെടുത്താനും തയ്യാറായില്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. കിട്ടിയ അവസരത്തെ ഏറ്റവും ആത്മാർത്ഥമായിട്ട് പ്രയോജനപ്പെടുത്താൻ തയ്യാറല്ലെങ്കിൽ സാക്ഷാൽ ദൈവം തമ്പുരാൻ പോലും നമ്മുടെ കൂടെ ഉണ്ടാവില്ല, അല്ലേ? അപ്പോ അത് നമ്മൾ തയ്യാറാകണം. അതിനുള്ള പ്രാപ്തി നമ്മൾ നേടിയെടുക്കണം, അതിനുള്ള കഴിവ് നമ്മൾ നേടിയെടുക്കണം. 100% ആത്മാർത്ഥതയോടെ, ആത്മസമർപ്പണത്തോടെ ഈ ബിസിനസ്സിനെ ഏറ്റെടുക്കണം. അങ്ങനെ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ തിരിച്ചറിയുക. കാരണം ടീം ഓയിസ്റ്റർ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ടീമിന്റെ ഓർഗനൈസേഷൻ ഏകദേശം 2.5 ലക്ഷത്തിലധികം അഫിലിയേറ്റ്സ് വരുന്ന ഒരു ഓർഗനൈസേഷനാണ്.
എന്റെ ടീമിലെ ഒരു പക്ഷേ ഒരു 40 ലക്ഷം രൂപ വരുമാനം 4 ലക്ഷം രൂപയോ അല്ലെങ്കിൽ 5 ലക്ഷമോ 10 ലക്ഷമോ വരുമാനം വാങ്ങിയ ഒരാളെ പോലും എനിക്ക് കറക്റ്റ് ആയിട്ട് തിരിച്ചറിയില്ല. കാരണം അത്രമാത്രം അച്ചീവേഴ്സ് ഉള്ള ഒരു ഓർഗനൈസേഷന്റെ ടീം മെലഡി എന്ന് പറയുന്നത്. ആ ഓർഗനൈസേഷനിലെ ടീം മോയ്സ്ചറിലെ ഒരു സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആയ ഒരാളെ പോലും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ്. കാരണം നമ്മുടെ തീരുമാനം നമ്മൾ എന്ത് ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നു എന്നുള്ളത് ഒരു വിഷയമല്ല, മറിച്ച് കടന്നു വന്ന ശേഷം നിങ്ങൾ ഈ ബിസിനസ്സിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. ഒരു പക്ഷേ ഇന്നിപ്പോ ഇവിടെ ഒരു സെയിൽസ് റെപ്രസെന്റേറ്റീവ് റാങ്കിൽ ഇരിക്കുന്ന ഒരു വ്യക്തി തീരുമാനിക്കുക, ഞാൻ ഈ ബിസിനസ്സിനെ ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു, ഞാൻ ഈ ബിസിനസ്സിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന 100% കാര്യങ്ങൾ അത്രത്തോളം ആത്മസമർപ്പണത്തോടെ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ഉറച്ച തീരുമാനം നിങ്ങൾ എടുത്താൽ വരുന്ന 2 മാസം 3 മാസം 4 മാസം 5 മാസം കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കുന്ന പല ആളുകളുടെയും റാങ്കിനേക്കാൾ മുകളിലത്തെ റാങ്കിൽ വരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇനി ഒരു 2 കൊല്ലം 3 കൊല്ലം 4 കൊല്ലം ആത്മാർത്ഥമായിട്ട് വിചാരിച്ചാൽ വേണമെങ്കിൽ ടീം മോയ്സ്ചറിന്റെ ഫൗണ്ടർ ലീഡേഴ്സിനേക്കാൾ എന്തിന് ഇവിടെ നിന്ന് നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന എന്റെ റാങ്കിനേക്കാൾ മുകളിൽ വരാനുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ആ റാങ്ക് അടിച്ചാൽ എനിക്ക് എന്തെങ്കിലും ദേഷ്യം വരുമോ? എനിക്ക് സന്തോഷമേ ഉണ്ടാവുള്ളൂ. എന്റെ കൂടെ വന്ന ആളുകൾ എന്നേക്കാൾ വലിയ റാങ്കിൽ എത്തുക, എന്നേക്കാൾ വലിയ നേട്ടങ്ങൾ നേടുക എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. നിങ്ങൾ എല്ലാവരെയും കൊണ്ട് മെർസിഡീസ് ബെൻസ് എടുപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. നിങ്ങൾ എല്ലാവരെയും കൊണ്ട് റേഞ്ച് റോവറും BMW എടുപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. എന്നാലേ എനിക്ക് ഹെലികോപ്റ്റർ വാങ്ങാൻ പറ്റുള്ളൂ. അതല്ലേ ബൈനറി പ്ലാൻ എന്ന് പറയുന്നത്, അതല്ലേ ബൈനറി പ്ലാൻ എന്ന് പറയുന്നത് അല്ലേ? നമ്മുടെ കൂടെ വന്ന 2 വ്യക്തികൾ 50 ലക്ഷം വാങ്ങിച്ചാൽ തൊട്ടടുത്ത ദിവസം നമുക്ക് 1 കോടി കിട്ടും. നമ്മുടെ കൂടെ വന്നാൽ 50 ലക്ഷം വാങ്ങിച്ചാൽ നമുക്ക് 1 കോടി കിട്ടും. അവിടെയാണ് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ബൈനറി പ്ലാൻ. അതുകൊണ്ടാണ് മറ്റു പല പ്ലാനിലും 1-2 വ്യക്തികൾ മാത്രം അച്ചീവ് ചെയ്യുന്ന സമയത്ത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലൂടെ വന്ന നിരവധി വ്യക്തികൾ അച്ചീവ് ചെയ്യുന്നത് ആ പ്ലാന്റെ ഇത്തരത്തിലൊരു സാധ്യത കൊണ്ടാണ്. സോ വരുന്ന വർഷങ്ങളിൽ ഫിജിക്കാൾ ഏറ്റവും കൂടുതൽ അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത ടീം ആയിരിക്കണമെന്ന് ഞങ്ങൾ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുമ്പോൾ അതുപോലെ തന്നെയുള്ള ഒരു ആഗ്രഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ടീമാണ് ടീം മോയ്സ്ചർ. ഇത് പക്ഷേ എനിക്ക് തോന്നുന്നു വരുന്ന കാലഘട്ടങ്ങളിൽ ടീം മെലഡിയന് ഒരു ചലഞ്ചായിട്ട് വരാൻ പോകുന്ന ഒരു ടീം മോയ്സ്ചർ ആയിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അങ്ങനെ വരുന്ന സമയത്ത് ടീം മോയ്സ്ചറിൽ ഏറ്റവും കൂടുതൽ അച്ചീവ്മെന്റ് കാഴ്ചവെച്ച ടീം ഏതാണ്, ഏറ്റവും കൂടുതൽ അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത ലീഡർ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങളുടെ നേർക്കായിരിക്കണം ആ വിരൽ ചൂണ്ടുന്നതെങ്കിൽ അത് ആ രീതിയിൽ നമ്മൾ മാറാനും ഏറ്റെടുക്കാനും തയ്യാറായെങ്കിലേ മതിയാവും. ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് നേടാൻ കഴിയുന്ന നേട്ടം വേറെ ഏത് ഓപ്പർച്യൂണിറ്റി നേടാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു മാസം 9 ലക്ഷം പോട്ടെ, ഒരു മാസം 1 ലക്ഷം രൂപ നമ്മൾ ഏത് ജോലിക്ക് പോയി നമ്മുടെ നാട്ടിൽ കിട്ടും? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ പഞ്ചായത്തിൽ നിങ്ങളുടെ വാർഡിൽ ജോലിക്ക് പോയിട്ട് ഒരു മാസം 1 ലക്ഷം രൂപ വരുമാനം വാങ്ങുന്ന എത്ര വ്യക്തികൾ നിങ്ങൾക്കറിയാം? വാങ്ങുന്നുണ്ടായിരിക്കും വളരെ ചുരുക്കം ചില ആളുകൾ. ഒരു 4-5 വ്യക്തികൾ, ഒരുപക്ഷെ ഒരു ഇൻഷുറൻസ് ഏജന്റോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവോ അല്ലെങ്കിൽ ഏതെങ്കിലും കോർപ്പറേറ്റ് കമ്പനിയുടെ വലിയ ലെവലിലേക്ക് ഇരിക്കുന്ന ഒരു 4-5 വ്യക്തികളായിരിക്കും ഒരു മാസം 1 ലക്ഷം രൂപയോ 2 ലക്ഷം രൂപ വരുമാനം വാങ്ങുന്നത്. അല്ലെങ്കിൽ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആയിരിക്കും ഒരു മാസം 1-2 ലക്ഷം രൂപ വരുമാനം വാങ്ങുന്ന വ്യക്തികൾ അല്ലെ? സ്വർണ്ണോ അത്രയും അറിവും കഴിവും വിദ്യാഭ്യാസവും പ്രാഗൽഭ്യമുള്ള വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമായിരിക്കും അത്തരത്തിൽ വരുമാനം വാങ്ങുന്നത്. അത് മാക്സിമം 1-2-3 ലക്ഷം രൂപയൊക്കെയാണല്ലേ? അമേരിക്കയിൽ പോലും ഒരു മാസം 9 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഇൻകം അല്ല. മാസം 9 ലക്ഷം രൂപ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻകം അല്ല. യൂറോപ്യൻ കൺട്രീസിൽ പോലും ഒരു മാസം 9 ലക്ഷം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇൻകം അല്ല. സ്വർണ്ണോ അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാം, നിങ്ങള് ഇപ്പോ കായംകുളത്ത് വന്ന ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെ UK സിറ്റിസൺഷിപ്പ് ഉള്ള ഒരാള്, അദ്ദേഹത്തിന് ഒരു മാസം 3 ലക്ഷം രൂപ സർക്കാർ വെറുതെ കൊടുക്കുന്നുണ്ട്, പെൻഷനായിട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ത്യൻ മണിയായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തി ഇന്ന് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഫിസിക്കൽ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഓപ്പർച്യൂണിറ്റി അത്രയും സാധ്യതയുള്ള ഓപ്പർച്യൂണിറ്റി ആണ്. പക്ഷെ ആ അവസരത്തിലേക്ക് നമ്മൾ ഈ പറഞ്ഞ ഈ അച്ചീവ്മെന്റ്സ് എല്ലാം നേടണമെങ്കിൽ വരുന്നൊരു 3 കൊല്ലം 4 കൊല്ലം കൊണ്ട് കമ്പനിയുടെ 50 ലക്ഷവും 1 കോടിയും അടക്കം റിവാർഡ് മാത്രം പരിശോധിച്ചാൽ 50,000, 5 ലക്ഷം, 50 ലക്ഷം, 1 കോടി, 1,55,50,000 രൂപ റിവാർഡ് മാത്രം പറയുന്നുണ്ട്.